നമുക്ക് പഠിക്കുന്നത് അമീൻസിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരോമാറ്റിക് അമീൻസ് ആണ്. ആരോമാറ്റിക് പ്രൈമറി അമീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടുള്ള അനിലീൻ തന്നെ കൺസിഡർ ചെയ്യാം. അനിലീൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് ഒരു NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അല്ലേ. ഈ NH2 ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷൻസിലും പാരാ പൊസിഷനിലും ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അനിലീൻ എന്ന് പറയുന്ന ഈ അമീൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് വിധേയമാവുകയാണെങ്കിൽ NH2 ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലുമാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം NH2 ഗ്രൂപ്പ് ഈസ് ഓർത്തോ ഓർ പാരാ ഡയറക്റ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് എ പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. NH2 എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ NH2 ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇത് ഓർത്തു വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ആരോമാറ്റിക് അമീൻസിന്റെ ചില ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകളെ പറ്റിയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹാലജനേഷൻ ആണ്. ഹാലജനേഷനിലെ ബ്രോമിനേഷൻ ആണ്. ബ്രോമിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ അല്ലേ. ഇവിടെ അനിലീൻ എന്ന് പറയുന്ന പ്രൈമറി ആരോമാറ്റിക് അമീൻ ഇറ്റ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ വാട്ടർ. അനിലീൻ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. അനിലീൻ്റെ ഓർത്തോ പൊസിഷനിൽ, അതായത് അനിലീനിലെ NH2 ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുകയും അങ്ങനെ 2,4,6 ട്രൈബ്രോമോ അനിലീൻ എന്ന ഒരു മേജർ പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ മൈനർ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ബ്രോമൈഡ് ആണ്. അനിലീൻ എന്ന് പറയുന്ന ആരോമാറ്റിക് അമീൻ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ബ്രോമിൻ വാട്ടറുമായിട്ട് വളരെ എളുപ്പത്തിൽ റിയാക്ട് ചെയ്യുകയും ഇങ്ങനെ 2,4,6 ട്രൈബ്രോമോ അനിലീൻ എന്ന പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ബ്രോമിനേഷനൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെ നോക്കൂ, ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത് അല്ലേ. NH2 ഗ്രൂപ്പിന്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നുകൊണ്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് അനിലീനിലേക്ക് ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ആണ് ആവശ്യമെങ്കിൽ നമ്മൾ ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് അതൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അനിലീനിലുള്ള NH2 ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അസറ്റൈലേഷൻ റിയാക്ഷൻ ആണ്. അസറ്റിക് അൻഹൈഡ്രൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൻഹൈഡ്രൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ്. NH2 ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനിലീന് അസറ്റൈലേഷൻ റിയാക്ഷന് വിധേയമാകുന്നു. അപ്പോൾ അനിലീൻ അസറ്റൈലേഷൻ റിയാക്ഷന് വിധേയമാകുന്നത് അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പിരിഡീൻ എന്ന ഒരു ബേസിൻ്റെ പ്രസൻസിലാണ്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് അസറ്റാനിലൈഡ് എന്ന ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് അസറ്റാനിലൈഡ്? ബെൻസീൻ റിങ്ങിലേക്ക് NHCOCH3 ബോണ്ട് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടാണ് അസറ്റാനിലൈഡ്. ഇങ്ങനെ അസറ്റാനിലൈഡ് ഫോം ചെയ്തതിന് ശേഷം ഇറ്റ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിന്റെ പ്രസൻസിൽ ബ്രോമിനുമായിട്ട് ഈ അസറ്റാനിലൈഡിനെ റിയാക്ട് ചെയ്യിക്കുന്നു. ഇവിടെ NH2 ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസറ്റാനിലൈഡിനെ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഇവിടെ പാരാ പൊസിഷനിൽ ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുകയും അങ്ങനെ മേജർ പ്രോഡക്റ്റ് ഒന്ന് ഫോം ചെയ്യുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ പാരാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതാണ് മേജർ പ്രോഡക്റ്റ് അല്ലേ. അപ്പം അങ്ങനെ നമുക്കൊരു മേജർ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. ഈ മേജർ പ്രൊഡക്റ്റിനെ H+ൻ്റെയോ OH- അയോൺസിൻ്റെയോ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തുക വഴി നമുക്ക് അനിലീനിൽ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നു. അതായത് ഈ റിയാക്ഷൻ പ്രകാരം 4-ബ്രോമോ അനിലീൻ എന്ന പ്രോഡക്റ്റ് ലഭിക്കുന്നു. അപ്പോൾ ഇത്തരം റിയാക്ഷനുകളിലെല്ലാം തന്നെ അനിലീനിലുള്ള NH2 ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടത്താനായിട്ട്. അപ്പം അങ്ങനെ നടത്തുക വഴി അനിലീനിൽ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ലഭിക്കാൻ സഹായകമായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് നൈട്രേഷൻ ഒന്ന് നോക്കാം. അമീൻസിൽ എങ്ങനെയാണ് നൈട്രേഷൻ സംഭവിക്കുക.
നമുക്കറിയാം നൈട്രേഷൻ നടക്കുന്നത് നൈട്രേറ്റ് മിക്സ്ചറിൻ്റെ പ്രസൻസിലാണ്, അതായത് മിക്സ്ചർ ഓഫ് HNO3 ആൻഡ് H2SO4. നൈട്രിക് ആസിഡിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് അനിലീനിനെ നൈട്രേഷൻ നടത്താനായിട്ട് സാധിക്കും. പ്രൈമറി അമീനിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ NH2 ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനിലുമാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ ഒന്ന് നോക്കൂ, അനിലീൻ അണ്ടർഗോ നൈട്രേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് HNO3 ആൻഡ് H2SO4 at 288 Kelvin. It gives para product nearly 51%, ortho product nearly 2%, and meta product nearly 47%. ഇവിടെ അനിലീനിന് നൈട്രേഷൻ സംഭവിച്ചുകൊണ്ട് പാരാനൈട്രോ അനിലീൻ, ഓർത്തോ നൈട്രോ അനിലീൻ, മെറ്റാ നൈട്രോ അനിലീൻ എന്നിവ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കറിയാം പാരാ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മേജർ പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പാരാനൈട്രോ അനിലീൻ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാകും. ഇത് കൂടാതെ ഉണ്ടാകേണ്ടത് ഓർത്തോ പ്രൊഡക്റ്റ് ആണ് അല്ലേ. എന്നാൽ ഓർത്തോ പ്രൊഡക്റ്റ് ആകെ 2% മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ മെറ്റാ പ്രൊഡക്റ്റിന്റെ ഫോർമേഷനും സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മെറ്റാ പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ സംഭവിക്കുന്നത്? ഇവിടെ നൈട്രേഷൻ നടക്കുമ്പോൾ സ്ട്രോങ് അസിഡിക് മീഡിയത്തിലാണ് നൈട്രേഷൻ സംഭവിക്കുന്നത്. കാരണം HNO3യുടെയും H2SO4ൻ്റെയും മിക്സറാണ് നമ്മൾ നൈട്രേഷൻ നടത്തുന്നതിന് വേണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ട്രോങ് അസിഡിക് മീഡിയത്തിൽ നൈട്രേഷൻ എന്ന റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അനിലീനിന് പ്രോട്ടോണേഷൻ സംഭവിക്കുകയും അനിലീനിയം അയോൺ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതായത് C6H5NH2 എന്ന അനിലീൻ ഒരു പ്രോട്ടോണിനെ സ്വീകരിച്ച് C6H5NH3+ ആയിട്ട് മാറുന്നു. ഈ അനിലീനിയം അയോൺ എന്ന് പറയുന്നത് ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അതിനാൽ മെറ്റാ പൊസിഷനിലേക്ക് NO2 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ടർ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മെറ്റാ നൈട്രോ അനിലീൻ ഏകദേശം 47% വരെ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രത്യേകം ഓർക്കേണ്ടത്, നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ ഓർത്തോ പ്രൊഡക്റ്റും പാരാ പ്രൊഡക്റ്റുമാണ് ഉണ്ടാകുന്നതെന്നും പാരാ പ്രൊഡക്റ്റാണ് മേജർ എന്നും നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ നൈട്രേഷൻ നടക്കുമ്പോൾ സ്ട്രോങ് അസിഡിക് മീഡിയത്തിലാണ് നൈട്രേഷൻ സംഭവിക്കുന്നതെങ്കിൽ മെറ്റാ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. മെറ്റാ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ ഇൻ സ്ട്രോങ് അസിഡിക് മീഡിയം ആൻഡ് ഫോം അനിലീനിയം അയോൺ. ഈ അനിലീനിയം അയോൺ ഈസ് എ മെറ്റാ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഓർ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അനിലീനെ നൈട്രേഷൻ നടത്തിക്കൊണ്ട് പാരാനൈട്രോ അനിലീൻ എന്ന ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം നമുക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് ആ റിയാക്ഷൻ ചെയ്യുക? അനിലീനിലെ NH2 ഗ്രൂപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പാരാനൈട്രോ അനിലീൻ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കൂ. അനിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അസറ്റിക് അൻഹൈഡ്രൈഡും പിരിഡീനും ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ റിയാക്ഷനെ അസറ്റൈലേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ഇവിടെ അനിലീനെ അസറ്റിക് അൻഹൈഡ്രൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് പിരിഡീൻ്റെ പ്രസൻസിലാണ്. ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് അനിലീനിലുള്ള NH2 ഗ്രൂപ്പ് CH3CO2O എന്ന അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അസറ്റാനിലൈഡ് എന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഈ അസറ്റാനിലൈഡിനെ നൈട്രേഷൻ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. അസറ്റാനിലൈഡ് ഓൺ നൈട്രേഷൻ അറ്റ് 288 Kelvin, NO2 group is attached to the para position of this acetanilide. അസറ്റാനിലൈഡിൻ്റെ പാരാ പൊസിഷനിലേക്ക് NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയും അങ്ങനെ പാരാനൈട്രോ അസറ്റാനിലൈഡ് എന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്നും വളരെ എളുപ്പത്തിൽ പാരാനൈട്രോ അനിലീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കൂ. പാരാനൈട്രോ അസറ്റാനിലൈഡിനെ H+ അല്ലെങ്കിൽ OH- ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രോളിസിസ് നടത്തുക വഴി പാരാനൈട്രോ അനിലീൻ എന്ന ഒരൊറ്റ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. ഇവിടെ അനിലീനിൽ നിന്നും പാരാനൈട്രോ അനിലീൻ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു. അടുത്തൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് സൾഫോണേഷൻ. എന്താണ് സൾഫോണേഷൻ? അനിലീൻ റിയാക്ട്സ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം anilinium hydrogen sulfate, which on heating with the sulfuric acid at 453 to 473 Kelvin produces para-aminobenzene sulfonic acid or sulfanilic acid. This reaction is known as
സൾഫോണേഷൻ. അപ്പോൾ എന്താണ് സൾഫോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരോമാറ്റിക് പ്രൈമറി അമീൻ ആയിട്ടുള്ള അനിലീൻ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് ഉണ്ടാകുന്നു. ഈ അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് ഏകദേശം 453 to 473 കെൽവിനിൽ വീണ്ടും സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക വഴി പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ് അല്ലെങ്കിൽ സൾഫാനിലിക് ആസിഡ് എന്ന കോമൺ നെയിം ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷനെയാണ് സൾഫോണേഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അനിലീൻ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ NH2 എന്ന ഗ്രൂപ്പ് H2SO4 ചേർന്നിട്ട് അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഈ അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് C6H5NH3+HSO4- ആണ്. ഇവിടെ NH2ഉം H2SO4 തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ടാണ് അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് ഫോം ചെയ്യുന്നത്. ഈ അനിലീനിയം ഹൈഡ്രജൻ സൾഫേറ്റ് ഏകദേശം 453 to 473 കെൽവിൻ ടെമ്പറേച്ചറിൽ വീണ്ടും സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് സൾഫാനിലിക് ആസിഡ്. ഈ സൾഫാനിലിക് ആസിഡിന് ഒരു പ്രത്യേകതയുണ്ട്. സൾഫാനിലിക് ആസിഡിന് ഒരു സ്വിറ്റർ അയോണായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സ്വിറ്റർ അയോൺ എന്ന് പറയുമ്പോൾ സൾഫാനിലിക് ആസിഡ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ബെൻസീൻ റിങ്ങിൻ്റെ NH2 അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതിന് പാരാ പൊസിഷനിൽ SO3H ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. ഇതൊരു സ്വിറ്റർ അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ NH2 ഗ്രൂപ്പ് SO3Hലെ ഒരു H+ സ്വീകരിച്ചുകൊണ്ട് NH3+ ആയിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ SO3- ഗ്രൂപ്പായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് സ്വിറ്റർ അയോൺ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഈ സ്വിറ്റർ അയോൺ? ഒരു കോമ്പൗണ്ടിൽ തന്നെ പ്ലസ് ചാർജും മൈനസ് ചാർജും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒരു അസിഡിക് ഗ്രൂപ്പും ഒരു ബേസിക് ഗ്രൂപ്പും ഒരു കോമ്പൗണ്ടിൽ തന്നെ പ്രസന്റ് ആയിരിക്കുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്വിറ്റർ അയോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൾഫാനിലിക് ആസിഡിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ക്യാൻ ബി എക്സിസ്റ്റ് ആസ് എ സ്വിറ്റർ അയോൺ. അനിലീൻ്റെ ചില പ്രധാനപ്പെട്ട ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഹാലജനേഷൻ ആയിട്ട് ബ്രോമിനേഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ എന്നിവയെല്ലാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട 2 റിയാക്ഷൻസ് ഉണ്ട്. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷനും. ഇവിടെ അനിലീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനിലീൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. എന്തുകൊണ്ടാണ് അനിലീൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ കാണിക്കാത്തത്? ദിസ് ഈസ് ഡ്യൂ ടു ദ സോൾട്ട് ഫോർമേഷൻ വിത്ത് അലുമിനിയം ക്ലോറൈഡ്, ലൂയിസ് ആസിഡ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. നമുക്കറിയാം ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലൂയിസ് ആസിഡ് ആയിട്ടുള്ള അലുമിനിയം ക്ലോറൈഡ് ആണ് അല്ലേ. AlCl3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷന് വിധേയമാകുമ്പോൾ അനിലീൻ എന്ത് ചെയ്യും? അനിലീൻ ഈ അലുമിനിയം ക്ലോറൈഡുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു സോൾട്ട് ഫോർമേഷൻ നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു സോൾട്ട് ഫോർമേഷൻ നടത്തുന്നതിനാൽ നൈട്രജന് പോസിറ്റീവ് ചാർജായിട്ട് മാറുന്നു. അനിലീനിലുള്ള നൈട്രജന് പോസിറ്റീവ് ചാർജായിട്ട് മാറുകയും അതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ട് അനിലീൻ എന്ന് പറയുന്ന പ്രൈമറി ആരോമാറ്റിക് അമീൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ സാധാരണയായിട്ട് പോസിറ്റീവ് റിസൾട്ട് തരാറില്ല. അതിനുള്ള റീസൺ ഇതാണ്. അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് the catalyst which is a Lewis acid named aluminum chloride and form a salt. ഇങ്ങനെ സോൾട്ട് ഫോർമേഷൻ നടക്കുന്നതിനാൽ അനിലീനിലുള്ള നൈട്രജന് പോസിറ്റീവ് ചാർജ് വരികയും അതൊരു സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് പിന്നീട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഓഫ് അമീൻസ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്.